ഗാസയിൽ ശരിക്കും നാശം വിതച്ച ക്ഷാമം യഥാർത്ഥത്തിൽ സ്വന്തം സൃഷ്ടിയല്ല, നേരെ മറിച്ച് ഹമാസ് സഹായം കൊള്ളയടിക്കുന്നതിന്റെ ഫലമാണെന്ന ഒരു കഥ ഇസ്രായേൽ അവരുടെ വംശഹത്യ ആരംഭിച്ച അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളിൽ ആവർത്തിക്കപ്പെട്ട ഈ അവകാശവാദം ഇസ്രായേലിന്റെ മനഃപൂർവ്വമായ പട്ടിണി പ്രചാരണം എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റുവാനാണ് അവർ കൂടുതലും ഉപയോഗിച്ചു തുടങ്ങിയത്. മാത്രമല്ല, മാർച്ച് 2-ന് ഇസ്രായേൽ ഭക്ഷണം, വെള്ളം, ഇന്ധനം, മരുന്ന് എന്നിവയുടെ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. അതിനുശേഷം മാനുഷിക ദുരന്തത്തിന് കാരണം ഇസ്രായേൽ നയമല്ല, നേരെ മറിച്ച് ഹമാസിന്റെ കൊള്ളയാണെന്നായിരുന്നു ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം. പക്ഷേ ആ വിവരണം ഇപ്പോൾ ഇസ്രായേലിന്റെ ആഭ്യന്തര റിപ്പോർട്ടിംഗ് വഴി അപ്രസക്തമായി. ഈ ആഴ്ച ഇസ്രായേലി സൈന്യം ആന്തരികമായി സമ്മതിച്ചത് യഥാർത്ഥത്തിൽ തങ്ങൾ രേഖപ്പെടുത്തിയ 110 കൊള്ള സംഭവങ്ങളിൽ ഒന്ന് തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന തരത്തിലായിരുന്നു. അതിന് പകരമായി കൊള്ള നടത്തിയത് സായുധ സംഘങ്ങളും സംഘടിത വംശജരും ഒരു പരിധിവരെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരുമായിരിക്കാം. ഇസ്രായേലിന്റെ പിന്തുണയുള്ള ഈ സംഘങ്ങൾക്കും ഗോത്രങ്ങൾക്കും ഇസ്രായേലി സൈന്യത്തിന്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കുകയും ഇസ്രായേൽ ഉന്മൂലന മേഖലകൾ എന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയുമാണ് കൂടുതലും ചെയ്യുന്നത്. മാത്രമല്ല, അവിടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പാലസ്തീനിയും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടാകാറുമുണ്ട്. പക്ഷെ നേരത്തെ 2 മാസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഗുണ്ടാ സംഘങ്ങൾ അപ്രതീക്ഷിതരായി. എന്നാൽ പരിമിതമായ അളവിൽ സഹായം അനുവദിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന കാലയളവിൽ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത് യാദൃശികമായിട്ടുള്ള കാര്യമല്ല. ക്ഷാമം നിലനിർത്തുന്നതിനായി ഇസ്രായേൽ മനഃപൂർവ്വം അരാജകത്വത്തെ യഥാർത്ഥത്തിൽ ആയുധമാക്കുകയായിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ പിന്തുണയുള്ള സംഘങ്ങൾ 24 ട്രക്കുകളിൽ 23 എണ്ണം കൊള്ളയടിച്ച് റെഡ് സോൺ എന്ന സ്ഥലത്തിലൂടെ സഹായ വാഹന വ്യൂഹത്തെ ഓടിച്ചു വിടുന്നതിനെതിരെ UAE പോലും ഇസ്രായേലിനെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിരുന്ന സാഹചര്യവും നിലനിന്നിരുന്നു.